ഇന്നലെ മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ശേഷം ആ ഒരു മണിക്കൂറുകൾ കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം ഇന്ന് രാവിലെ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു തോൽവി ഒരു ആരാധകൻ എന്ന നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വേർ ഡു യു സീ ബ്ലാസ്റ്റേഴ്സ് ഡ്രോബാക്സ്? ഇനി സൂപ്പർ കപ്പ് എന്ന് ചിന്തിച്ച് ആലോചിച്ചിരിക്കണ്ട. പോയത് പോയി. ഇതിലും വലിയൊരു വേസ്റ്റ് സിറ്റുവേഷനൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ്. ഇതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, പല വീഴ്ചകളിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എഴുന്നേറ്റ് വന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ആ ഒരു ഇമോഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഒരു കിരീടം എന്നൊരു സ്വപ്നം ഇനിയും ബാക്കിയാണ്. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ISL ആണ്. ഇനി അതിപ്പോൾ ഇനി നടക്കോ നടക്കില്ല എന്നുള്ളൊരു കാര്യം പോലും സംശയമാണ്. ഓക്കെ, അതൊക്കെ വിട്ടിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മിസ്റ്റേക്കും ആ ഡ്രോബാക്സ് ഒക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഒരു ചെറിയൊരു കൂട്ടായ്മ വലിയൊരു അംഗീകാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടിനും പിന്തുണയ്ക്കും ഒക്കെ ഞാൻ വലിയൊരു നന്ദി ഇതേ സമയം അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾ കൂടെ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിനേക്കാട്ടും മുമ്പ് തന്നെ ആദ്യൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ആരെയും വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണൽ ഫുട്ബോൾ ലൈഫിനെ ബാധിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് കേട്ട് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പോയിട്ട് തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോയിട്ട് തെറി വിതറുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നമ്മളൊക്കെ കാൽപന്ത് സ്നേഹികളല്ലേ. ഫുട്ബോളിൽ മിസ്റ്റേക്കുകളൊക്കെ അനർത്താണ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു പോകാവുന്ന ഒരു സംഗതിയാണ്. അതിന് പോയിട്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ പോയിട്ട് തെറി വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അവരുടെ കരിയറാണ് നിങ്ങൾ ആ ഒരു തെറിയിലൂടെ ഇല്ലാതാക്കുന്നത്. എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നം? മുന്നേറ്റ നിരയിലോ അല്ലെങ്കിൽ പ്രതിരോധത്തിലോ മധ്യനിരയിലോ? എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്രോബാക്സുകൾ? അതിലേക്ക് വരുന്നതിനെക്കാട്ടും മുമ്പ് എൻ്റെ അടുത്ത് ഗ്രൂപ്പുകളിൽ കുറേ അധികം ആരാധകർ ചോദിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. അതായത് കഴിഞ്ഞൊരു മത്സരത്തിൽ പരിശീലകൻ ഇറക്കിയിട്ടുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ബ്ലാസ്റ്റേഴ്സിന് ഗുണമാണോ ദോഷമാണോ വന്നിട്ടുള്ളതെന്നാണ് കുറേ ആരാധകർക്ക് ഇപ്പോഴും വരുന്നൊരു ചോദ്യം. മച്ചാന്മാരെ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വന്തം ടീമിൻ്റെ ഒരു പരിശീലകൻ ആ ഒരു ടീമിനെ തോൽവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരിക്കലും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയില്ല. ഇവിടെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 70-80 മിനിറ്റ് എടുക്കാറായിട്ടുണ്ട്. ആ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര പ്രസ് ചെയ്തൊക്കെ ചില സമയത്ത് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ ഒരു 0-0 സമനിലയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് കയറാന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ കിടപ്പുണ്ട്. കുറച്ചു നേരം സർവൈവ് ചെയ്ത് നിന്നിട്ടാണെങ്കിലും പരിക്കുകൾ ഇല്ലാതാക്കുക, എന്നിട്ട് സെമി ഫൈനലിൽ നേരിടാനുള്ള ഒരു വലിയൊരു പ്രൊസീജിയറാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിൽ കിടക്കുന്നത്. കോച്ചാണെങ്കിൽ ആ ഒരു സമയത്ത് സെമി ഫൈനലിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു ടീമിന്റെ മുഴുവൻ കർത്തവ്യം ഏറ്റെടുക്കുന്ന ഒരു പരിശീലകന്റെ ഒരു പൂർണ്ണ ഡ്യൂട്ടി അത് തന്നെയാണ്. ഒരു ടീമിന്റെ പരിശീലകന്റെ ആ ഒരു മുഴുവൻ വിശ്വസ്തതയാണ് ആ ഒരു ടീം. ഇപ്പോൾ കറ്റാലയുടെ കേസിലാണെങ്കിലും ടീം സർവൈവ് ചെയ്ത് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഡേവിഡ് കറ്റാല ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളത്തിലേക്ക് വന്ന ഫ്രെഡി ആണെങ്കിലും ഡാനിഷ് ആണെങ്കിലും നിഹാലാണെങ്കിലും ഇവർ വഴി ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് നിൽക്കുമെന്ന് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല വിശ്വസിച്ച് കാണുമെന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ കറ്റാല കാരണമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. നേരെ മറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ ഇൻഡിവിജ്വൽ കറക്ഷൻ ഇല്ലായ്മ കാരണമാണ് ഈ ഒരു ടീം പരാജയപ്പെട്ടിട്ടുള്ളത്. അതിലെ ഫാക്ടർ നമ്പർ 1 പ്ലെയേഴ്സ് ഫിസിക്കൽ മെന്റാലിറ്റിയാണ്. ഇപ്പോൾ സന്ദീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ അനാവശ്യമായിട്ടുള്ള ഫൗളുകളാണ് സന്ദീപ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്തുള്ള പ്ലെയറിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു അപ്രോച്ച്, അത് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായിട്ട് സന്ദീപ് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. സന്ദീപിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇന്ന് ഏറ്റവും അധികം പരിചയ സമ്പത്തുള്ളൊരു താരവും കൂടിയാണ്. ഐ തിങ്ക് ലൂണയേക്കാൾ ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി ഇന്ന് ബ്ലാസ്റ്റേഴ്സിലുള്ള ഏകതാരം അത് സന്ദീപ് സിംഗ് തന്നെയായിരുന്നു. ഇതിപ്പോൾ സന്ദീപിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് ഗെയിം, ഫിസിക്കൽ അപ്രോച്ച് നടത്തുന്നുണ്ട് ആ ഒരു ശൈലി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പോണന്റ് പ്ലെയേഴ്സ് നമ്മളെ കൊണ്ട് ഫൗള് കമ്മിറ്റ് ചെയ്യിപ്പിക്കുകയും തുടർന്ന് നമ്മൾക്ക് വേണ്ട ഒരു കാര്യം ഒപ്പോണന്റ് പ്ലെയേഴ്സിന്റെ മൈൻഡ് കൃത്യമായിട്ട് റീഡ് ചെയ്യുകയും അതിൽ എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, ഔട്ട്പുട്ട് നടത്താമെന്നൊരു കാര്യം ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ പല താരങ്ങൾക്കും അറിയില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ സന്ദീപ് സിംഗിനും സംഭവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഒരു സീസൺ മാത്രം കൊണ്ട് കാണുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ സീസണിലാണെങ്കിലും പല താരങ്ങളുടെയും ആ ഒരു മെന്റൽ അപ്രോച്ച് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ട്. ഫാക്ടർ നമ്പർ 2
വിഷണി. കഴിഞ്ഞൊരൊറ്റ മത്സരത്തിൽ തന്നെ ഒരുപാട് ഡെഡ് ബോൾ സിറ്റുവേഷൻസ് കണ്ടു. അത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ കറക്റ്റായിട്ടുള്ള ഒരു വിഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റിയൊരു കാര്യമാണ്. ഈ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഐബാൻ ഡോഗ്ലിംഗ് ചെസ്റ്റ് ചെയ്തിട്ട് പ്രതിരോധത്തിൽ ജുവാൻ റോഡ്രിഗസിലേക്ക് പന്ത് കൈമാറുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഐബാൻ ഡോഗ്ലിങ്ങിന്റെ വിഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ട് തന്നെ ഒപ്പോണന്റ് പ്ലെയേഴ്സ് കറക്റ്റായിട്ട് ഇടിച്ച് ചാർജ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഐബാൻ ഡോഗ്ലിംഗ് അത്ര ഒരു ഡൈയിങ് മൊമെന്റിൽ അത്രയും ഒട്ടും ഒരു വിഷൻ ഇല്ലാതെയാണ് ആ ഒരു പന്ത് ജുവാൻ റോഡ്രിഗസിലേക്ക് കൈമാറിയത്. ചെസ്റ്റ് ചെയ്ത് എടുത്ത ഒരു പന്ത് ഇട്ട് കൊടുത്തെങ്കിലും ജുവാൻ റോഡ്രിഗസിന് പോലും എത്തിപ്പിടിക്കാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ എങ്ങനെയാണെങ്കിലും വളരെ പ്രയാസമേറിക്കൊണ്ട് തന്നെ ആ ഒരു പന്ത് ജുവാൻ റോഡ്രിഗസിന് റിക്കവർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു എന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ കമ്മ്യൂണിക്കേറ്റീവ് കെമിസ്ട്രി. അവിടെ ഈ പറഞ്ഞ ഐബാൻ്റെ സംഗതി കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് ചെസ്റ്റിൽ പന്തെടുത്തിട്ട് ജുവാൻ റോഡ്രിഗസിലേക്ക് കൈമാറുന്നുണ്ട്. അവിടെ ആ ഒരു പ്രതിരോധത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ബിൽഡപ്പാണ് നടത്താത്തത്. എന്നാൽ ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ബിൽഡപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒപ്പോണന്റ് പ്ലെയറിൻ്റെ ആ ഒരു വിഷൻ മനസ്സിലാവാത്തത് കൊണ്ടും ജുവാൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാകാതെയും ഐബാന് ആ ഒരു ഡെഡ് ബോൾ സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു പന്ത് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അവിടെ തീർച്ചയായിട്ടും വലിയൊരു ഫെയിലിയർ വന്നിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റീവ് ബിൽഡപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിരോധത്തിന് വേണ്ട ഒരു കെമിസ്ട്രി തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കെമിസ്ട്രി. ഈ ഒരു കാര്യം പറയുമ്പോൾ മുംബൈ സിറ്റിയുടെ ഒരു ഗോൾ തന്നെ എടുത്തു നോക്കാം. അവരുടെ ഭാഗത്തു നിന്നും ഒരു ഷോട്ട് എടുക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് കുത്തിയിറങ്ങുന്ന പന്ത് പ്രതിരോധത്തിലെ താരങ്ങൾ അവിടെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രത്യേകിച്ച് ഫ്രെഡിയുടെയും ഷെഹീഫിൻ്റെയും ഇടയിലേക്കാണ് ഒരു പന്ത് കുത്തിയിറങ്ങുന്നത്. ആ ഒരു സമയത്ത് അവർ നിൽക്കേണ്ട ഒരു പൊസിഷനിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ദേഹത്ത് തട്ടി, അതായത് ഇവർക്ക് തന്നെ അറിയില്ലായിരുന്നു ആരെടുക്കും, എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അങ്ങനെ കണ്ടൊരു സമയത്താണ് ഷെഹീഫിന്റെ ദേഹത്ത് കെട്ടിയിട്ട് ഒരു ഗോൾ കയറുന്നത്. ഷെഹീഫ് വിചാരിച്ചു ഫ്രെഡി ആ ഒരു ബോൾ എടുക്കുമെന്ന്, പക്ഷെ ഫ്രെഡി എടുത്തില്ല. ഫ്രെഡി എടുക്കാതെ വരുമ്പോൾ അവിടെ ഷെഹീഫിന്റെ ദേഹത്ത് തട്ടിയിട്ടാണ് ആ ഒരു ബോൾ ഓൺ ഗോളായി കയറുന്നത്. സോ എന്താണ് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചതെന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഇവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഈ ഒരു 3 മത്സരങ്ങളിലും ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ബെസ്റ്റ് പെർഫോമൻസ് ആണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഡേവിഡ് കട്ടാലയുടെ പുതിയ സിസ്റ്റങ്ങളിൽ മിക്ക സ്ട്രാറ്റജീസും വർക്കായിട്ടുമുണ്ട്. പ്ലെയേഴ്സ് വരുത്തി വെക്കുന്ന ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളിലൊന്നും ഡേവിഡ് കറ്റാലയെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഇനി വേണ്ടത് താരങ്ങൾ വരുത്തേണ്ട സവിശേഷതയാർന്ന മാറ്റങ്ങളും ചില കാര്യങ്ങളിലൊക്കെ വളരെ പക്വതയോടെ തന്നെ പെരുമാറുക എന്നുള്ളതൊക്കെയാണ്. ഇനിയിപ്പോൾ പുതിയൊരു ISL സീസൺ കൂടി ഒരുപക്ഷെ വരികയാണ്. അതിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വിറ്റഴിക്കാൻ പറ്റിയതായിട്ടുള്ള ഇന്ത്യൻ താരങ്ങളേക്ക് വിറ്റഴിച്ച് നല്ല കുറച്ച് എഡീഷനുകൾ നടത്തിയാൻ പറ്റിയാൽ അത്രയും നല്ലത് തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. സൂപ്പർ കപ്പ് എന്തായാലും കയ്യിൽ നിന്ന് ഈ ഒരു തോൽവി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു തോൽവിയാണ്. പ്രത്യേകിച്ച് ഇതുവരെയുള്ള ഈ ഒരു 3 മത്സരങ്ങളിലും ഒരു ഗോള് പോലും വഴങ്ങാതിരുന്ന ബ്ലാസ്റ്റേഴ്സ് ആണ് ടീമിന്റെ വലിയൊരു അശ്രദ്ധ മൂലം ഈ ഒരു സെൽഫ് ഗോള് വഴങ്ങി ഈ ഒരു ടൂർണമെന്റ് കയ്യിൽ നിന്ന് കളഞ്ഞിട്ടുള്ളത്. പിന്നെ നോഹ സദോയുടെ ആ ഒരു പെർഫോമൻസിലൊക്കെ ചെറിയൊരു വീക്കം വന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അപ്പോൾ എന്തായാലും ഓരോ പ്ലേയേഴ്സിന്റെയും ഇൻഡിവിജ്വൽ റേറ്റിംഗും പെർഫോമൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള 10ൽ എത്ര റേറ്റിംഗ് കൊടുക്കുക എന്നുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സെൻസ് ഫുട്ബോൾ വീഡിയോസ് ലഭിക്കുകയാണ്. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായി സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം.